ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശങ്കർ രാജ് ചിത്ര. ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുമായി ബന്ധപ്പെട്ട ക്ലാസ് എടുക്കുന്നതിനാണ്. കഴിഞ്ഞ 14 വർഷമായി വിവിധ സ്ഥാപനങ്ങളിൽ, അതായത് സ്കൂളുകളിൽ, കോളേജുകളിൽ ഒക്കെ ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ടെക്നോ പാർക്കിൽ ഒരു IT കമ്പനിയിൽ 8 വർഷത്തോളം സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി നോക്കിയിട്ടുമുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികളിലേക്ക്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ്, MCA പോലുള്ള കോഴ്സുകൾ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയും, അതോടൊപ്പം തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ച് IT മേഖലയിൽ ഒരു കരിയർ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് ഈ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. പ്രധാനമായി ഞാൻ ഈ ക്ലാസ്സുകളിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് C++, ജാവ, പൈത്തൺ എന്നീ 4 ലാംഗ്വേജുകളാണ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഉപയോഗിക്കുന്നത്? വൈ ഡു വി നീഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? പ്രധാനമായി സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ്, ഗെയിം ഡെവലപ്മെന്റ്, അതോടൊപ്പം തന്നെ റോബോട്ടിക്സ് ഉൾപ്പെടെയുള്ള മേഖലകൾ, ഇങ്ങനെ 4 മേഖലകളിൽ നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ ഉപയോഗം വേണ്ടിവരും. നമ്മൾ സാധാരണ മനുഷ്യർ ആശയവിനിമയം നടത്തുന്നത് പോലെ കമ്പ്യൂട്ടേഴ്സിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ റോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, ദീസ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് മേക്ക് കമ്പ്യൂട്ടേഴ്സ് വർക്ക്. അപ്പോൾ ഇത്തരത്തിൽ നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ നൽകിയാലും ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന സിസ്റ്റം കമ്പ്യൂട്ടറിൽ ആ കാര്യങ്ങൾ പെർഫോം ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് കോമൺ ആയ ഒരു അൽഗോരിതം ഉണ്ടായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ ടു സോൾവ് എ പർട്ടിക്കുലർ പ്രോബ്ലം. ഈ അൽഗോരിതം എന്ന് പറയുന്നത് കോമൺ ആണ്. ആ അൽഗോരിതം വ്യത്യസ്തമായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അവിടെ നമ്മുടെ സാധാരണ ഭാഷകളായിട്ടുള്ള, അതായത് നമ്മുടെ ഹ്യൂമൻ റിലേറ്റഡ് ലാംഗ്വേജസ് ആയിട്ടുള്ള മലയാളമായാലും ഇംഗ്ലീഷ് ആയാലും ഹിന്ദി ആയാലും തമിഴായാലും ഒക്കെ അവയ്ക്ക് അവയുടേതായിട്ടുള്ള വൊക്കാബുലറിയും ഗ്രാമർ റൂൾസ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്, ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനും അതിൻ്റേതായ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്, അതിൻ്റേതായ റൂൾസ്, എങ്ങനെ ഓരോ കാര്യങ്ങൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യണമെന്നിങ്ങനെയൊക്കെയുള്ള കുറേ നിയമങ്ങളുണ്ട്. അതെല്ലാം കൃത്യമായി കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസിക് അൽഗോരിതത്തെ ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലേക്ക് മാറ്റാം. C പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനം നമുക്കുണ്ടാകാൻ സഹായിക്കും. C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രൊസീജിയർ ഓറിയന്റഡ് ആണ്. C++ എന്ന് പറയുമ്പോൾ ഒരു പാർഷ്യലി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, ലാംഗ്വേജസിൽ വരുന്ന ലാംഗ്വേജാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാംഗ്വേജാണ് C++. അതിനുശേഷം ജാവ, ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പിന്നെ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന പൈത്തൺ. ഇത്രയും ലാംഗ്വേജുകൾ കവർ ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായും പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവബോധം നമുക്കുണ്ടായിരിക്കും. AI റിലേറ്റഡ് തിങ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ഒരു അവബോധം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. പിന്നെ ഈ സെഷന്റെ ഭാഗമായിട്ട് ഞാൻ വരും ക്ലാസ്സുകളിൽ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, C++, ജാവ മുതലായ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് സിലബസിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് PYQ വർക്കൗട്ട് കൂടി ഉദ്ദേശിക്കുന്നുണ്ട് ഓരോ കോഴ്സുകളിൽ. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും, BCA ആയാലും, MCA ആയാലും, MSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും, BTech ആയാലും, MTech ആയാലും, ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് കൂടി ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അടുത്ത ക്ലാസ് മുതൽ C എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള നമ്മുടെ സെഷൻസ് ആരംഭിക്കുന്നതായിരിക്കും. ഇന്നിപ്പോൾ സൈൻ ഓഫ് ചെയ്യുന്നു. താങ്ക്സ്.